ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫെബ്രുവരി 4 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പഠിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും അത് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിനേഷൻ, ബാങ്ക്, SSC, റെയിൽവേസ് ഏത് എക്സാമിനും കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സാമിലൊക്കെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ 90 to 95% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. മൊബിക്യൂൾ ലോഞ്ചസ് ഇൻഡസ്ട്രി ഫസ്റ്റ് അസറ്റ് റിപ്പോസിഷൻ മോഡ്യൂൾ ഫോർ ബാങ്ക്സ് ആൻഡ് NBFCs. അപ്പോൾ ബാങ്കുകൾക്കും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്കും വേണ്ടിയിട്ട് മൊബിക്യൂൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു നിഷ് പ്ലെയറാണ്, എക്സ്പേർട്ട് ഇൻ ഡെപ്റ്റ് കളക്ഷനിൽ ഒരു എക്സ്പേർട്ടാണ് ഈ മൊബിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മൊബിക്യൂൾ ഒരു ഇൻഡസ്ട്രി ഫസ്റ്റ് അസറ്റ് റിപ്പോസിഷൻ മോഡ്യൂളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ബാങ്കുകൾക്കും NBFCസിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഡസ്ട്രി ഫസ്റ്റ് എന്ന് പറയുന്ന അസറ്റ് റിപ്പോസിഷൻ മോഡ്യൂൾ ലോഞ്ച് ചെയ്തത് മൊബിക്യൂളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ മിലിറ്ററി ഹോൾഡ്സ് ജോയിൻറ്റ് ട്രെയിനിങ് എക്സസൈസ് ത്രിശക്തി പ്രഹാർ ഇൻ നോർത്ത് ബംഗാൾ. അപ്പോൾ നോർത്ത് ബംഗാളിൽ വെച്ചിട്ട് ഇന്ത്യൻ മിലിറ്ററി ഒരു ജോയിൻറ്റ് ട്രെയിനിങ് എക്സസൈസ് ത്രിശക്തി പ്രഹാർ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് വായിക്കാം. The Indian military concluded exercise Trishakti Prahar, a joint training exercise which began in North Bengal on January 21st. As per defense sources, the aim of the exercise was to practice battlefield preparedness of the secured forces using latest weapons and equipments in a networked integrated environment involving the Army, the Indian Air Force and the CAPFs. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി ജോയിൻ്റ് എക്സസൈസ് കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്, ട്രെയിനിങ് എക്സസൈസ് ത്രിശക്തി പ്രഹാർ. നോർത്ത് ബംഗാളിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത്. അത് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്, അത് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ജാനുവരി 21 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് വെപ്പൺ, അതേപോലെ സെക്യൂരിറ്റി ഫോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻറ്റഗ്രേറ്റഡ് എൻവയോൺമെൻറ്റിൽ ആർമി, എയർഫോഴ്സ്, CAPF ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ പ്രിപ്പയർഡ്നെസ് പ്രാക്ടീസ് ആയിരുന്നു നടന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഓസ്ട്രേഡ് സൈൻസ് MOU വിത്ത് CII ഓൺ ടെക്നിക്കൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പോൾ ടെക്നിക്കൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഓസ്ട്രേഡ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏജൻസിയുടെ ഓസ്ട്രേഡ് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയിട്ടാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ വൊക്കേഷണൽ എഡ്യൂക്കേഷനും അതേപോലെ ട്രെയിനിങ് പ്രോഗ്രാംസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ടു റീച്ച് 95 GW ബൈ 2025 റിപ്പോർട്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം ഇത് റിപ്പോർട്ടിൽ വന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി, സോളാർ വഴിയുള്ള മാനുഫാക്ചറിങ് കപ്പാസിറ്റി 95 GW എനർജി റീച്ച് ചെയ്യും 2025 ആകുമ്പോഴേക്കും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു റീച്ച് അപ്രോക്സിമേറ്റ്ലി 95 GW ബൈ ദ എൻഡ് ഓഫ് 2025 അക്കോർഡിംഗ് ടു മെർകോം ക്യാപിറ്റൽ. അപ്പോൾ മെർകോം ക്യാപിറ്റലിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി 95 GW ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്കത് വായിച്ച് നോക്കാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ആസാം ഹോസ്റ്റ് ഫസ്റ്റ് ഡേ ഓഫ് G20 സസ്റ്റൈനബിൾ ഫിനാൻസ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ്. അപ്പോൾ ആസാം ഫസ്റ്റ് ഡേ ഓഫ് G20 സസ്റ്റൈനബിൾ ഫിനാൻസ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിൻ്റെ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ ഫസ്റ്റ് ഡേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസാം ഈസ് ഹോസ്റ്റിംഗ് ഇറ്റ്സ് ഫസ്റ്റ് സസ്റ്റൈനബിൾ ഫിനാൻസ് വർക്കിംഗ് ഗ്രൂപ്പ് G20 മീറ്റിംഗ് ബീയിങ് ഹെൽഡ് ഫ്രം February 2nd to 3rd. അപ്പോൾ February 2nd to 3rd ആണ് അത് ഉള്ളത്. അപ്പോൾ അത് ഇന്നലെ കഴിഞ്ഞു, ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്.
So the meeting was inaugurated by Union Minister of Ayush, Ports, Shipping and Waterways, Sarbanand Sonowal. അപ്പോൾ ആയുഷ് മിനിസ്ട്രി അതേപോലെ പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മിനിസ്ട്രി ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് സർബാനന്ദ് സോനോവാൾ ആണ്. അപ്പോൾ അദ്ദേഹമാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ G20 സസ്റ്റൈനബിൾ ഫിനാൻസ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ് ഹോസ്റ്റ് ചെയ്തു. ആസാമാണ് ഹോസ്റ്റ് ചെയ്തത്. അത് ഇനോഗ്രേറ്റ് ചെയ്തത് സർബാനന്ദ് സോനോവാൾ ആണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ടു ബി 2025 മാഡ്രിഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർസ് തീം കൺട്രി. അപ്പോൾ ഇന്ത്യ 2025 മാഡ്രിഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ തീം കൺട്രി ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. ഇന്ത്യ വിൽ ബി ഇൻവൈറ്റഡ് ആസ് എ ഫോക്കൽ കൺട്രി അറ്റ് ദ മാഡ്രിഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഇൻ 2025. The ambassador of Spain to the country, Jose Maria Ridao, said. അപ്പോൾ ഇത് പറഞ്ഞത് സ്പെയിനിൻ്റെ അംബാസഡർ ഓഫ് സ്പെയിൻ ടു ഇന്ത്യ ജോസ് മാറിയ റിഡാവോ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്പെയിൻ ഇസ് എ തീം കൺട്രി അറ്റ് 46th ഇൻ്റർനാഷണൽ കൊൽക്കത്ത ബുക്ക് ഫെയർ. അപ്പോൾ 46th ഇൻ്റർനാഷണൽ കൊൽക്കത്ത ബുക്ക് ഫെയറിൽ ഇപ്പോൾ സ്പെയിനാണ് എന്താ പറയുക തീം കൺട്രി. അപ്പോൾ അതേപോലെ തന്നെ മാഡ്രിഡ്, സ്പെയിനിൻ്റെ ക്യാപിറ്റലായ മാഡ്രിഡിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ തീം കൺട്രി ഇന്ത്യ ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IDFC ലിമിറ്റഡ് ടു ഇൻവെസ്റ്റ് 2,200 crore rupees in IDFC ഫസ്റ്റ് ബാങ്ക് അപ്പ് ഇറ്റ്സ് സ്റ്റേക്ക് ടു 40%. 40% സ്റ്റേക്ക് വർദ്ധിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ IDFC ലിമിറ്റഡ് 2,200 കോടി രൂപയാണ് IDFC ഫസ്റ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. UPI ട്രാൻസാക്ഷൻസ് റൈസ് 1.3% ഇൻ ജാനുവരി ടു സ്റ്റാർട്ട് 2023 വിത്ത് എ റെക്കോർഡ് ഹൈ. അപ്പോൾ റെക്കോർഡ് ഹൈ ആക്കാൻ റെക്കോർഡ് ഹൈ ആണ് ഇപ്പോൾ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് UPI ട്രാൻസാക്ഷൻസിൻ്റെ കാര്യത്തിൽ 1.3% റൈസ് ആണ് ഉണ്ടായിരിക്കുന്നത് ജാനുവരിയിൽ. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ പേയ്മെൻറ്റ്സ് ട്രാൻസാക്ഷൻസ് ത്രൂ ദ UPI യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് നെറ്റ്വർക്ക് റോസ് 1.3% ഓൺ a month to a high of nearly 13 lakh crore in January. However, the rise was substantially lower than 7.7% increase seen in the previous month. The volume of transactions rose by 2.6% to 803 crore transactions during the month, according to data by NPCI. അപ്പോൾ UPI ട്രാൻസാക്ഷൻസ് 1.3% റൈസ് ആയിരിക്കുകയാണ് ജാനുവരി 2023. അപ്പോൾ ഇതൊരു റെക്കോർഡ് ഹൈ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു, റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഓസ്ട്രേലിയ അനൗൺസസ് ഡിസിഷൻ ടു റിമൂവ് ബ്രിട്ടീഷ് മൊണാർക്കി ഫ്രം ഇറ്റ്സ് ബാങ്ക് നോട്ട്സ്. അപ്പോൾ ഓസ്ട്രേലിയ അവരുടെ ഡിസിഷൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബ്രിട്ടീഷ് മൊണാർക്കി അവരുടെ ബാങ്ക് നോട്ട്സ് നിന്ന് ബ്രിട്ടീഷ് മൊണാർക്കി എടുത്തു കളയാനുള്ള തീരുമാനം അവരെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓസ്ട്രേലിയ ഹാസ് അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ്സ് എ ന്യൂ $5 bill will not feature an image of King Charles III, a move that spells the phasing out of a British monarchy on its currency notes. Australia's Reserve Bank announced that a new design celebrating indigenous culture will replace the previous portrait of a late Queen Elizabeth II. അപ്പോൾ ഓസ്ട്രേലിയ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഡിസിഷൻ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് മൊണാർക്കി, അതായത് ഇപ്പോൾ കിങ് ചാൾസ് III ഇപ്പോൾ അവരുടെ $5 ബില്ലിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയും, അങ്ങനെ പതുക്കെ എല്ലാം റിമൂവ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷ് മൊണാർക്കി ബാങ്ക് നോട്ട്സ് നിന്ന് എടുത്ത് കളയാനാണ് അവരുടെ തീരുമാനം. ദ അതർ സൈഡ് ഓഫ് ദ $5 ബാങ്ക് നോട്ട് വിൽ കണ്ടിന്യൂ ടു ഫീച്ചർ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ്. അപ്പോൾ $5 ബാങ്ക് നോട്ടിൽ അതിൻ്റെ മറ്റേ പുറത്ത് ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൻ്റെ പിക്ചർ അതേപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബ്രിട്ടീഷ് മൊണാർക്കി, അതായത് കിങ് ചാൾസ് III ബ്രിട്ടീഷിൻ്റെ എടുത്തു കളയാൻ, അത് ബാങ്ക് നോട്ട്സ് നിന്ന് അവരുടെ ചിത്രങ്ങൾ എടുത്തു കളയാനുള്ള തീരുമാനമാണ് ഓസ്ട്രേലിയ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IIT മദ്രാസ് ടു ഗെറ്റ് 242 crore rupees ഫോർ റിസർച്ച് ഓൺ ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. അപ്പോൾ IIT മദ്രാസിന് 242 കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ലാബ് ഗ്രോൺ ഡയമണ്ട്സ്, ലാബിൽ നിർമ്മിക്കുന്ന ഡയമണ്ട്സിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടാണ് 242 കോടി രൂപ IIT മദ്രാസിന് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇൻ യൂണിയൻ ബഡ്ജറ്റ് 2023-24 ഫിനാൻസ് മിനിസ്റ്റർ സെഡ് ദാറ്റ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് വിൽ ബി പ്രൊവൈഡഡ് എ ഗ്രാന്റ് ഓഫ് 242 crore rupees over a period of 5 years to undertake a research on lab grown diamonds. This research will be focused on driving indigenization of the LGD manufacturing process. അപ്പോൾ ലാബിൽ നിർമ്മിച്ചെടുക്കുന്ന ഡയമണ്ടിൻ്റെ റിസർച്ചിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് 242 കോടി രൂപയാണ് IIT മദ്രാസിന് കിട്ടിയിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ അത്രയും രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ പ്രോഗ്രസ് ഉണ്ടാവും. അതിന് ഫ്യൂച്ചർ ഉണ്ടെന്ന് കണ്ടിട്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ആസാദ് എഞ്ചിനീയറിംഗ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് സപ്ലയർ ഓഫ് പാർട്സ് ഓഫ് ന്യൂക്ലിയർ ടർബൈൻസ്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാദ് എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് സപ്ലയർ ഓഫ് പാർട്സ് ഫോർ ന്യൂക്ലിയർ ടർബൈൻസിന് വേണ്ടിയിട്ടുള്ള പാർട്ട് സപ്ലയർ. ഫസ്റ്റ് സപ്ലയർ ഓഫ് പാർട്സ് ആസാദ് എഞ്ചിനീയറിംഗ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ആസാദ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൈദരാബാദ് ബേസ്ഡ് മാർക്കറ്റ് ലീഡർ ഇൻ പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, ഹാസ് ബീൻ അപ്രൂവ്ഡ് ആസ് എ ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു സപ്ലൈ ക്രിട്ടിക്കൽ റൊട്ടേറ്റിംഗ് പാർട്സ് ഫോർ ന്യൂക്ലിയർ ടർബൈൻസ്. അപ്പോൾ ന്യൂക്ലിയർ ടർബൈൻസിന് വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ റൊട്ടേറ്റിംഗ് പാർട്സ് സപ്ലൈ ചെയ്യുന്ന കമ്പനി ആയിട്ട് അപ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ആസാദ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ദ കമ്പനി ഹാസ് ഡെലിവേർഡ് ഇറ്റ്സ് എ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്രിട്ടിക്കൽ പാർട്സ്. ദീസ് വിൽ നൗ ബി അസംബിൾഡ് ഓൺ ന്യൂക്ലിയർ ടർബൈൻസ് മാനുഫാക്ചേർഡ് ഇൻ ബെൽഫോർട്ട്, ഫ്രാൻസ്. അപ്പോൾ ആസാദ് എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് സപ്ലയർ ഓഫ് പാർട്സ് ഫോർ ന്യൂക്ലിയർ ടർബൈൻസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇക്വറ്റോറിയൽ ഗിനിയ അപ്പോയിൻറ്റ്സ് മാനുവല റോക്ക ബോട്ടി ആസ് എ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇക്വറ്റോറിയൽ ഗിനിയ മാനുവല റോക്ക ബോട്ടി എന്ന് പറയുന്ന സ്ത്രീയെ അവരുടെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇക്വറ്റോറിയൽ ഗിനിയാണ് മാനുവൽ റോക്ക ബോട്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ ഇക്വറ്റോറിയൽ ഗിനിയയുടെ ക്യാപിറ്റലാണ് മലാബോ, കറൻസിയാണ് ഫ്രാങ്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫോർമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് കൺഫേർഡ് വിത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഹോണർ ഇൻ UK. അപ്പോൾ UK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഹോണർ കിട്ടിയിരിക്കുകയാണ് ഫോർമർ പ്രൈം മിനിസ്റ്ററായ മൻമോഹൻ സിംഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൻമോഹൻ സിംഗിനെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ്. നരേന്ദ്രമോദി വരുന്നതിൻ്റെ മുമ്പ് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ആ മൻമോഹൻ സിംഗിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഹോണർ കൊടുത്തിരിക്കുകയാണ് UK വെച്ചിട്ട്. അപ്പോൾ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ് വാസ് റീസെൻ്റ്ലി കൺഫേർഡ് എ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഹോണർ ബൈ ദ UK Achievers Honor in London for his contribution to economic and political life. The India-UK Achievers Honours by Nisav UK in partnership with the British Council in India and UK's Department for International Trade Honours achievement of Indians who studied in UK. അപ്പോൾ ഫോർമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഹോണർ കൊടുത്തിരിക്കുന്നത് UK. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. EIL ടു ഡെവലപ്പ് സോളിഡ് വേസ്റ്റ് പ്രോസസ്സിംഗ് ഫെസിലിറ്റീസ് ഇൻ million+ cities. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആയിട്ട്. EILൻ്റെ ഫുൾ ഫോമാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ അവർ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് വേസ്റ്റ് ടു എനർജി ബയോ മെത്തനൈസേഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. സിറ്റീസ്, അതായത് million+ പോപ്പുലേഷൻ ഉള്ള സിറ്റീസിൽ വേസ്റ്റ് ടു എനർജി ആൻഡ് ബയോ മെത്തനൈസേഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ ത്രസ്റ്റ് ഓൺ സസ്റ്റൈനബിൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇസ് സ്ട്രെങ്തൻഡ് അണ്ടർ ദ ആംബിറ്റ് ഓഫ് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 വിത്ത് ദ ഓവറോൾ വിഷൻ TP ക്രിയേറ്റ് എ ഗാർബേജ് ഫ്രീ സിറ്റി. അപ്പോൾ EIL ആണ്, അതായത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത് എഗ്രിമെൻറ്റ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആയിട്ട്. വേസ്റ്റ് ടു എനർജി ആൻഡ് ബയോ മെത്തനൈസേഷൻ പ്രൊജക്റ്റ് ഇൻ സിറ്റീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കോർപ്പറേഷൻ മിനിസ്ട്രി സൈൻസ് MOU ടു എനേബിൾ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. അതായത് കോർപ്പറേഷൻ മിനിസ്ട്രി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്
എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റീസിനെ അതായത് പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റീസിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ സൈൻഡ് എ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് നബാർഡ് ആൻഡ് CSCE ഗവർണൻസ് സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് ടു എനേബിൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ടു പ്രൊവൈഡ് സർവീസസ് ഓഫേർഡ് ബൈ കോമൺ സർവീസ് സെൻറ്റേഴ്സ്. അപ്പോൾ ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ എനേബിൾ ചെയ്യാൻ, അതായത് സർവീസസ് ഓഫേർഡ് ബൈ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഓഫർ ചെയ്യുന്ന സർവീസസ് ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനും അതേപോലെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, നബാർഡ്, പിന്നെ CSCE ഗവർണൻസ് സർവീസസ് ഇന്ത്യ ലിമിറ്റഡും കൂടിയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.